ഇവിടെ ഇപ്പം ടി.പി. രാമകൃഷ്ണൻ പറയുന്നത് മുഖ്യമന്ത്രിയെ ഏകപക്ഷീയമായി ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു, നേതൃത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് കാലാകാലങ്ങളിൽ CPM-നെതിരെ വിമർശനം വരുമ്പോഴൊക്കെ CPM-ഉം LDF-ഉം പറഞ്ഞുകൊണ്ടിരുന്ന ന്യായങ്ങളാണ്. അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കടുത്ത ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ദിലീപ് കുമാർ ഇത് മതിയാകുമോ? ഹാഷ്മി, പ്രവിത, CPIM-ഉം PV അൻവറും രണ്ട് വഴിക്ക് പിരിഞ്ഞു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചതോടുകൂടി തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. സാങ്കേതികമായി PV അൻവർ CPIM അംഗമല്ല, അതുകൊണ്ട് തന്നെ CPIM-ൻ്റെ ഏതെങ്കിലും നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല. അതേസമയം നിയമസഭാ കക്ഷി അംഗമാണ് ഇടതുമുന്നണിയുടെ. ആ നിലയിൽ LDF-ൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം CPIM നേതൃത്വം ഉടൻ തന്നെ കൈക്കൊണ്ടേക്കും. താൻ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഇന്നലെ തന്നെ PV അൻവർ വ്യക്തമാക്കിയതുമാണ്. 4-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഭരണപക്ഷ ബെഞ്ചിലാണ് PV അൻവർ ഇരിക്കുന്നത്. ഈ നിലയിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ CPIM നിയമസഭാ കക്ഷിയിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നാൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് മാറേണ്ടി വരും. ആ നിലയിലുള്ള കാര്യത്തിലുമൊക്കെ CPIM ഉടൻ തന്നെ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ BJP ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ ജയത്തിന് വഴിയൊരുക്കി തുടങ്ങിയ കാര്യങ്ങൾ PV അൻവർ ആരോപിക്കുമ്പോൾ അത് സ്വാഭാവികമായും CPIM നേതൃത്വം വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം PV അൻവറിൻ്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. അദ്ദേഹം സ്വതന്ത്ര MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹത്തിന് ചേരാൻ കഴിയില്ല, സ്വതന്ത്രനായി തന്നെ തുടരേണ്ടി വരും. ആ നിലയിലുള്ളൊരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. അതായത് ഈ നിയമസഭയുടെ ശേഷിക്കുന്ന കാലയളവിലും സ്വതന്ത്ര MLA ആയി തുടരും എന്ന കാര്യവും ഇന്നലെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു. CPIM ആകട്ടെ ഇന്നലെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് PV അൻവർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഉണർന്നു വരുന്നതേയുള്ളൂ. ഇന്ന് കൂടുതൽ നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. ഇന്നലെയും ഇന്നുമൊക്കെയായി കടുത്ത ഭാഷയിലുള്ള വിമർശനം വന്നിട്ടുള്ളത് TP രാമകൃഷ്ണൻ്റെ, ഇടതുമുന്നണി കൺവീനറുടെ ഭാഗത്തു നിന്നാണ്. മറ്റു നേതാക്കളൊന്നും ഇതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കൂടുതൽ CPIM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി. ശരി, ദിലീപ് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ ദീപക് ധർമ്മടത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, ഇന്നലെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തായാലും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും CPM-നെ സംബന്ധിച്ച് പ്രതിരോധം അത്ര എളുപ്പമാകില്ല. അല്പസമയം മുൻപ് TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത് ദീപക്കും കേട്ടിട്ടുണ്ടാകുമല്ലോ. CPM-ന്റെ തുടർന്നുള്ള ഈ പ്രതിരോധ പദ്ധതികൾ അതിനി എങ്ങനെയാകാനാണ് സാധ്യത? മാത്രമല്ല, ഈ അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലല്ലോ. ആഷ്മി, പ്രവിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപകാല CPIM ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിരോധം തീർക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പാർട്ടി അകപ്പെട്ടിരിക്കുന്നത്. കാരണം നേരത്തെ CPIM-ൽ അതിരൂക്ഷമായ വിഭാഗീയതയുള്ള സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മലപ്പുറം സമ്മേളന സമയത്തൊക്കെയാണ് പിണറായിയെ പ്രതിക്കൂട്ടിലാക്കി ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായി ഇതുപോലെ ഒരു ആക്രമണം ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ടു പറന്ന സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും വലിയ ഒരു പ്രതിരോധം പാർട്ടിക്ക് തീർക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കാരണം ഇടതുപാളയത്തിൽ ഇടത് കടന്നൽ കൂട്ടത്തിന്റെ രാജാവായി വാഴുന്ന അൻവർ തന്നെ CPIM-നെ കടന്നാക്രമിക്കുന്നു. അതായത് CPIM-ന്റെയും ഇടതുമുന്നണിയുടെയും വോട്ട് വാങ്ങി ഇടത് സ്വതന്ത്രനായി ജയിച്ച നിലമ്പൂരിലെ MLA ആദ്യം ലക്ഷ്യം ADGP, ആദ്യം മലപ്പുറം SP, പിന്നീട് ADGP, അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P ശശി, ഏറ്റവും ഒടുവിൽ യഥാർത്ഥ ലക്ഷ്യമായ മുഖ്യമന്ത്രിയിലേക്ക് ഇന്നലെയോടുകൂടി എത്തിക്കഴിഞ്ഞു ഈ അൻവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CPIM-ഉം നിലപാട് കടുപ്പിക്കുന്നു. ഇപ്പോൾ അല്പം മുൻപാണ് ചേളന്നൂരിൽ വെച്ച് TP രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനറും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവുമായ TP രാമകൃഷ്ണൻ നിലപാട് പറഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി ഡൽഹിയിൽ MB ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനം വിളിക്കും എന്നാണ് അറിഞ്ഞത്. അല്പം മുൻപും CPIM സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് ഇനി ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കുപോക്കിന് സാധ്യതയില്ല. അൻവർ പാർട്ടി ശത്രുവാണ്, പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ ഒരു ആയുധമാണ്.
കാരണം പ്രതിപക്ഷത്തിന് ആയുധം നൽകുക എന്നുള്ളതാണ് കൃത്യമായി അൻവർ ചെയ്തത്. മാത്രവുമല്ല, അൻവർ കൃത്യമായി കോൺഗ്രസിനെയോ BJPയോ വിമർശിക്കുന്നില്ല എന്നത് തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നത് വ്യക്തമാക്കുന്നതാണ്. ഈ കാര്യം ഇന്ന് PBയിൽ സ്വാഭാവികമായും ചർച്ചയിൽ വരും. ഏതായാലും 2 മണിയോടുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം വിളിച്ച് പാർട്ടിയുടെ കർക്കശമായ നിലപാട് പറയും. മറ്റൊരു കാര്യം, മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശം പോയി കഴിഞ്ഞു. അൻവർ അനുയായികളായി പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള അനുകൂലികൾ മാറാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണം. ഒരുപക്ഷെ മുൻപ് ബദൽ രേഖ അവതരിപ്പിച്ച് MV രാഘവൻ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ സമയത്ത് പാർട്ടി അണികളെ കൊണ്ടുപോയിരുന്നു. അന്ന് MV രാഘവൻ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. പക്ഷേ എന്നാൽ ഇന്ന് പാർട്ടിക്ക് പുറത്തുള്ള ഒരു അൻവർ, PV അൻവർ, പാർട്ടിയുടെ പ്രാഥമിക ഘടകത്തിലെ ബ്രാഞ്ചിലെ അംഗം പോലുമല്ലാത്ത അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു പൊതുയോഗം വിളിക്കുകയാണ്. തന്നെ അനുകൂലിക്കുന്നവർക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ പ്രവിധ ചോദിച്ചതുപോലെ ഒരു പാർട്ടി രൂപീകരണത്തിലേക്കൊന്നും കടക്കാനുള്ള മണ്ടത്തരം അൻവർ കാണിക്കില്ല. കാരണം അൻവർ വളരെ കൃത്യമായ രാഷ്ട്രീയ കൗശലമുള്ള ആളാണ്. പക്ഷേ എന്നാൽ ഒരു മലബാർ PC ജോർജായി അല്ലെങ്കിൽ ആ രീതിയിൽ CPIM-നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവായി അൻവർ മാറും. അത് ട്രഷറി ബെഞ്ചിൽ നിന്നും പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്ന് പറയുന്നത് ശരിയല്ല, ഒരു നിഷ്പക്ഷ ബെഞ്ചിലേക്ക് മാറിക്കൊണ്ടുള്ള ഒരു സിറ്റിംഗ് ആയിരിക്കും 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൂടി അൻവർ സ്വീകരിക്കുക. അതിനുവേണ്ടി ചിലപ്പോൾ എന്തായാലും അൻവറിന്റെ വരും പ്ലാനുകൾ കാത്തിരുന്നാണ് ഇപ്പോൾ